ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. നമ്മളിന്ന് മാറ്റി കുളിച്ച് കുറിയും തൊട്ട് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു വിളിക്കാത്ത കല്യാണത്തിന് ഇന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷെ എന്റെ ഷിബിലിനെ വിളിച്ചേക്കണ്. അങ്ങനെ നമ്മൾ ഷിബിലിനെ അഫ്താബിനെ എടുക്കാൻ വേണ്ടി പോയി. ബല കാട്ടിക്കൂട്ട് ഇങ്ങനെ കണ്ടാൽ ബല നേരം വെക്കിയതെന്ന് വിചാരിക്കും. പക്ഷെ ഞാനാണ് നേരം വെക്കിയത്. ഷിബിലിനെ പിന്നെ കല്യാണത്തിന് വേണമെങ്കിൽ മരിച്ചെടുത്ത് പോകണമെങ്കിൽ ഈ തംസപ്പ് സിമ്പിൾ നിർബന്ധം. എന്താണ് ക്യാമറ തിന്നു. ഞാൻ വിചാരിച്ചു ബെനങ്ങനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവുന്നു. പോണ വേഗം ചെക്കൻ്റെയും പെണ്ണിന്റെയും പേര് കല്യാണ കത്ത് നോക്കി കാണാപ്പാടം പഠിച്ചാണ്. അഥവാ അവിടുന്ന് പൊക്കിയ കഴിച്ചിലായി പോരണ്ടേ. പോകുന്ന വേഗം നമുക്ക് ആറട്ടണനെ കാണാൻ പറ്റി. മൂപ്പനും കല്യാണത്തിന് കൊണ്ട് എന്നിട്ട് വേണമെന്ന് രാത്രി വീഡിയോ ഇടാണ്. കല്യാണപ്പന്ന സുന്ദരി കാണാം, ബോൾഡ് ആണ്. എന്നിട്ട് പോണ വേഗം പെരിന്തൽമണ്ണത്തിൽ നമുക്ക് ഒരു ബോർഡ് കാണാൻ കഴിഞ്ഞു. പെരിന്തൽമണ്ണയിൽ ഇനിയെല്ലാം പഴം കഥ. ഏത് പഴം? മൈസൂർ പഴം, നേന്ത്രപ്പഴം. തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഏതോ രണ്ട് ചെക്കന്മാർ ഓല സൈക്കിളിനെ തള്ളിയിട്ട് കണ്ട് ഓപ്പറേഷൻ ചെയ്യണം. അതൊക്കെ ഒരു കാലം. അങ്ങനെ ഫൈനലി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. കല്യാണത്തിന് വിളിച്ചിട്ട് നിങ്ങൾ കിലോ കണക്കിന് ആറ്റിറ്റ്യൂഡ് മാസം ഇട്ട് കാണാൻ ഞാനും അഫ്താബും കയറി ചെന്ന്. പുതിയ മുഖം സൂര്യമുഖം അടിച്ച് ചപ്പാത്തി മോറാക്കാന്നാ മതി. അല്ല ഇതൊക്കെ ബലി കാട്ടിന് കല്യാണ പേരിന് എന്തൊക്കെ കട്ടുണ്ടോണ്ടല്ലോ. ഈ പ്രായത്തിലും സ്കാമോ? ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ മേടിച്ചേ പറഞ്ഞില്ലാത്തണ്ടി. ഞാനന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഇബിൽ തമ്മിൽ പൊലാട്ടടി. ഷിബിൽ പറഞ്ഞു ഹനാൻഷിനെ മുട്ടാടുക്കൽ കഴിഞ്ഞു. അഫ്താബ് ബെറ്റും വെച്ച്. ഹനാൻഷി ഈ വീഡിയോ കാണണമെങ്കിൽ മുട്ടാടുക്കൽ കഴിഞ്ഞോ ഇല്ലെന്ന് കമന്റ് ചെയ്യുക പ്ലീസ്. ഷിബിലിന്റെ ഫ്രണ്ടായ കുഞ്ഞുട്ടൻ ലബീബിനെ വ്ളോഗിൽ കാണിക്കലെന്ന് പ്രത്യേകം പറഞ്ഞു. എന്താ അവന്റെ ചിരി. അങ്ങനെ നമ്മൾ ധൈര്യപൂർവ്വം ഓഡിറ്റോറിയത്തിൽ കയറി. സാധാരണ ചോറിനോടത്തെ പുല്ലുണ്ടാവില്ല, ഇത് തലന്റെ മേലെ പുല്ല്. എന്തേലും പുല്ലാവട്ടെ, ചോറിനാൻ പോവാം. ചോറിനോടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. വിളിച്ചിട്ടില്ല എന്നുള്ള മുഖഭാവം എവിടെ കാണിച്ചാലും ചോറിനോടത്ത് കാണിക്കരുത്. അഥവാ കാണിച്ചാൽ അവിടെ എല്ലാം പാളി. ചോറിനാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഷിബിലിനെ തീരെ തിന്നിട്ട് പോകണില്ല. എനിക്ക് തോന്നുന്നു അവന്റെ എക്സ് ലവറിന്റെ കല്യാണം അത് തോന്നുന്നു. എന്താടാ കണ്ണടച്ച് തുറക്കണേ മുമ്പ് ഇല കാലിയാക്കണതാണല്ലോ. ഇന്ന് എന്ത് പറ്റി? തിന്നാൻ പറ്റണില്ല. തപ്പ് ഓടുന്ന പോലെ ചങ്ക് കയറുന്നുണ്ടുണ്ടുണ്ടും പിടയ്ക്കുക, കരച്ചില് വരിക. അവിടെ പിന്നെ ചോദിക്കണ്ടല്ലോ, ഇവിടത്തും കൂടി അവിടെ തിന്നോളൂ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകാൻ പോകുന്നത് എഴുതി വെച്ചാണത്. എഴുതി വെച്ച് തന്നെ അല്ലെങ്കിൽ ഈ പൈപ്പത്തെ വെള്ളം കഴിയണ വരെ ഞാൻ കാത്തിക്കണ്ടേന്ന്. വർഷങ്ങളായിട്ട് മാറാത്തിന്റെ ഒരേ ഒരു സംശയമാണ്, എന്തിനാണ് ഈ ഓട്ടത്തിൽ പീക്കിരി മക്കൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിച്ച് നടക്കുന്നത്? അവിടെ ഇവിടെ തട്ടിമുട്ടി വീണുകൊണ്ട് വേണം പീ കാരണം മോങ്ങിയിരിക്കാൻ. നമ്മളൊക്കെ കാലത്ത് ചോറ് കഴിഞ്ഞാൽ കയ്യിൽ വെള്ളക്കുപ്പിയാണ്. ഇന്നത്തെ കാലത്തുള്ള കുട്ടികളുടെ കയ്യിലെല്ലാം ഫോണാണ്. കുറച്ച് തന്തവൈ ബാവ. അതൊക്കെ കഴിഞ്ഞ ഒരു ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടങ്ങൾ ഈ കാണുന്നത്. വഴി പോണ പീക്കിരി കുട്ടികളെല്ലാം അവിടെ നിന്ന് പിടിച്ച് മാറ്റണം. അതും കഴിഞ്ഞ് ഷിബിലിന്റെ വേറെ ഫ്രണ്ട് വന്നു, ഷഹബാസ്. ഇപ്പം എന്താ മുസ്ലിം ലീഗ് കയറിയ പച്ചക്കുപ്പായല്ലോ. വിദൂരതയിൽ കുട്ടികൾ ഊഞ്ഞാലാടാണ്ട് എനിക്കും നൊക്ലാജി അടിച്ച് ഊഞ്ഞാലാടാൻ ഞാനും പോയി. ഏതായാലും വന്നല്ലേ കുട്ടികളെ കൊണ്ട് എന്റെ അക്കൗണ്ട് ഫോളോ ആക്കിപ്പിച്ചും ചെയ്ത്. ഏത് വൈബ്? എച്ച് വൈബ്. എന്നിട്ട് കുട്ടികളെല്ലാം പൈപ്പിച്ച് കുറച്ചു നേരം ഞാനും ആടി. എന്ത് ഊഞ്ഞാല? ഊരും കുത്തി വീകാത്തന്നായി. ഊര് കുത്തിയിലും തലല്ല വൃത്തിക്കട കുത്തുണ്ട്. ഹൈറ്റ് ആറാടില്ലോണ്ട് എന്താ ചെയ്യാം. അതും കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ തലയിട്ടോക്കി വേണ്ടി പെണ്ണും ചെക്കനും കേക്ക് മുറിച്ചു. കേക്ക് മുറിച്ച് ഓഡിറ്റോറിയത്തിന് കറണ്ട് മൊത്തം പോയി. ശുഭലക്ഷണം, നല്ല തുടക്കം. ഒടുവിൽ ഓഡിറ്റോറിയത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കരിമ്പ്യൂസ് കടിച്ചെന്ന് അൺലിമിറ്റഡ് കരിമ്പ്യൂസും കുടിച്ച് നമ്മൾ നേരെ പൊരക്ക് വിട്ട്. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്താ ചെയ്യാം? എല്ലാവരും ഫോളോ ചെയ്യുക, ദുആ ചെയ്യുക.